മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് PV അൻവർ. ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന് വിമർശനം. മമി തിരോധാനത്തിൽ കേസന്വേഷണം അട്ടിമറിച്ചു. സത്യസന്ധമായി കേസന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിൽ ദുരൂഹതയെന്നും അൻവർ. കോഴിക്കോട് ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടർ പിടിയിൽ. അബു എബ്രഹാമിന് MBBS ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് വിനോദ് കുമാർ ചികിത്സ തേടിയത് ഈ മാസം 23-ന്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. ജാമ്യം പരാതിയിലെ കാലതാമസം കണക്കിലെടുത്ത്. കാലതാമസത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ പാടില്ലെന്ന് മന്ത്രി R. ബിന്ദു. സംവിധായകൻ ബാലചന്ദ്രമേനോനും ജാഫർ ഇടുക്കിക്കുമെതിരെ പീഡന പരാതി. ആലുവയിലെ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. ഹോട്ടലിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടി. പരാതിയുടെ പകർപ്പ് കേരള വിഷൻ ന്യൂസ്. CPIM RSS ബന്ധമെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. പിന്നിൽ സ്വർണം ഹവാലക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിലെ അസ്വാരസ്യം. RSSനോട് പാർട്ടിക്ക് മൃദു സമീപനമെന്ന ആരോപണം വ്യാജമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. ജാമ്യം അനുവദിച്ചത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസിലെ 2ാം പ്രതിയാണ് ശ്രീകുട്ടി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം. മുഡാഭൂമി കുംഭകോണ കേസിൽ അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ചുമത്തി. അന്വേഷണം സിദ്ധരാമയ്യയ്ക്കും ഭാര്യയ്ക്കുമടക്കം 4 പേർക്കെതിരെ.